ഹലോ, ഇന്നത്തെ നമ്മുടെ ഷോർട്സിലെ ചടുപടയ റെസിപ്പി എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ ഒരു വലിയ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇത് ഷോർട്സ് ആയിട്ട് പെട്ടെന്ന് കണ്ടു തീർക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നല്ലൊരു കൂർക്ക മെഴുക്ക് പുരട്ടി, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. ഇപ്പോൾ 1.5 കിലോ ആണ് ഞാൻ കൂർക്ക മേടിച്ചത്. അതെല്ലാം കഴുകിയൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയും മണ്ണും ഒക്കെ കളഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു കിലോയും ഇച്ചിരൂടെ കാണുള്ളേ. അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2.5 ടീസ്പൂണും, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും, ഉപ്പ് 1 ടീസ്പൂൺ ലെവലായിട്ടും, തേങ്ങാക്കൊത്ത് നമ്മളുടെ ആവശ്യമനുസരിച്ച് 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെയാവാം. ഞാൻ ഒരു 3/4 കപ്പോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ തേങ്ങാക്കൊത്ത് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് 1.5 കപ്പുമാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഒന്ന് ലെവലാക്കിയിട്ടിട്ട് വെള്ളം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തോണേ. അങ്ങനെ 2-3 പ്രാവശ്യം മൂടി വെച്ച് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂർക്കയൊക്കെ പാകമായിട്ടുണ്ടാവും. കൂർക്ക നേരത്തെ പാകമായിട്ട് വെള്ളം അടിയിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ നടുക്കുന്ന ആ കൂർക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുത്താൽ മതിയേ, അല്ലാതെ ആ കൂർക്ക വെന്ത വെള്ളം കളയാനിടയാവരുത് കേട്ടോ. ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളിയും, കൊച്ചുള്ളി ഒരു 30 എണ്ണം ചതച്ചതും, ഒരു 20 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണേ. അതിൻ്റെ സൈഡൊക്കെ ഒരു ബ്രൗൺ കളറിലാവുന്ന രീതിയിലായി കഴിഞ്ഞിട്ട് അതിലോട്ട് ഒരു 3 ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ടുകൊടുത്ത് അതിൻ്റെ ആ പച്ചമണമൊന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അത് കരിഞ്ഞു പോകാനിടയാവരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ സ്വാദൊക്കെ മാറും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരിക്കുന്ന പാകത്തിന് വെന്ത കൂർക്കയുണ്ടല്ലോ, ആ കൂർക്കയും കൂടി ഇതിലോട്ട് തട്ടി കൊടുത്തിട്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് ഉലർത്തിയെടുക്കണേ. ചിലർ വളരെ ലൈറ്റായിട്ടൊന്ന് ഉലർത്തിയെടുക്കത്തേ ഉള്ളൂ, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്. പക്ഷേ ഇവിടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലർത്തിയെടുക്കുന്നതായാലും ഇച്ചിരി നല്ലോണം മൂപ്പിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ ഈ നിങ്ങളെ കാണിക്കുന്ന അത്രയല്ല, ഇതിലൊക്കെ കുറച്ചുകൂടെ ഉലർത്തിയെടുത്തായിരുന്നു. പക്ഷേ അത്രയും ഉലർത്തിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നിറമെല്ലാം അങ്ങ് മാറി കരിഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇവിടെ കാണിക്കാത്തത് കേട്ടോ. പക്ഷേ ഉലർത്തിയെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒരു ഫ്രൈ ചെയ്ത പോലെ ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം. Thank you.